ഒരുപാട് പല 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 ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇനി എന്ത് ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾ? എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. എനിക്കൊരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലെ ആവണം ആഗ്രഹമുണ്ട്. ഇത് നടക്കും. വേറെ സ്ഥലത്താണ്, ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഫിലോസഫിയിൽ പറയാറുണ്ട്. പക്ഷെ വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനെ ആയിരുന്നു. ഈ മലയാളികളിൽ എല്ലാം കോമാളിയാക്കി. അത് നടക്കുന്ന ആഗ്രഹമുണ്ട്, നടക്കും തോന്നുന്നില്ല. ആലയിൽ പോകണമെന്ന് ആഗ്രഹം, പക്ഷെ നടക്കും തോന്നുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല, മലയാളികൾ സമ്മതിക്കില്ല. ഇയാൾ പിന്നെ സ്വന്തമായിട്ട് കാണിക്കും, മണപ്പൂരം കാണിച്ചിട്ട് ആഗ്രഹമായിരുന്നു. ബിസിനസ് ചെയ്യേണ്ട സെലിബ്രിറ്റീസ് ആണ്. LLB പഠിക്കാൻ BA ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ BA കഴിഞ്ഞിട്ട് LLBയിലേക്ക് പോകണം, അഡ്വക്കേറ്റ് ആകാൻ വേണ്ടി. ഇപ്പൊ റിവ്യൂ ഒക്കെ അധികം കാലം ഉണ്ടാവില്ലല്ലോ, നമുക്കൊരു പ്രൊഫഷൻ വേണമല്ലോ. കമന്റ് ബോക്സിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പണിക്ക് പോകുന്നില്ല എന്നുള്ളത്. നമുക്ക് ചീപ്പായിട്ടുള്ള പണിയെല്ലാം ചീപ്പെന്നല്ല, പറഞ്ഞോട്ടെ. ഇപ്പൊ കൽപ്പണിയുണ്ട്, മേസ്തരിപ്പണിയുണ്ട്, മാർബിൾ, അങ്ങനെ പല പല പണിയുണ്ട്, മരപ്പണി. അപ്പൊ അതുപോലത്തെ പണികൾ എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലല്ലോ. ചെയ്യാൻ അറിയാൻ പാടാത്ത പണി പഠിച്ചെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയട്ടെ, എനിക്ക് അഡ്വക്കേറ്റ് ആണ് ആഗ്രഹം, സിനിമയ്ക്ക് ഉപരി. അപ്പൊ അഡ്വക്കേറ്റ് ആകുമ്പോ സമയം എടുക്കുമല്ലോ, സമയം എടുത്താണ് അതിലേക്ക് എത്താൻ പറ്റും. ചില ജോലി മോശമാണ്, ചില ജോലി നല്ലതാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ലെന്ന് മാത്രമേ പറയുള്ളൂ. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എന്റെ അപ്പൻ മരപ്പണിക്കാരനാ. ഞാൻ പറയട്ടെ, എന്റെ അപ്പൻ മരപ്പണിക്കാരനാന്ന് പറഞ്ഞാൽ ഞാൻ മരപ്പണിക്കാരനൊന്നും ആകണമെന്നില്ല. ഞാൻ മരം കൊത്തി ഞാൻ മരം കൊത്തി നോക്കിയിട്ടുണ്ട്. ഒരു ഓടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഉണ്ടാക്കണം, ഒരു തടി മുറിച്ചിട്ട് ഉണ്ടാക്കണം. അതൊക്കെ നോക്കിയിട്ട് ശരിയായില്ല. അപ്പൊ ഞാൻ ആ ഫീൽഡ് വിട്ട്. മനസ്സിലായി, ശ്രമിക്കണം. എനിക്ക് താല്പര്യമില്ല. മോശം പണിയാണോ? വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്ലാസ് ലെവൽ നോക്കി കഴിഞ്ഞാൽ മോശം പണിയാണ്. മെട്രോപൊളിറ്റൻ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അത് മരപ്പണിക്കാരനെ ഞാൻ ചോദിക്കണത്, മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനെ കിട്ടാൻ പറ്റുമോ? സൊസൈറ്റിയിൽ അങ്ങനെയാണ്. ഇപ്പൊ മരപ്പണിക്കാരൻ സിനിമയിൽ കിട്ടാൻ പറ്റുമോ? ഇല്ല. സിനിമയുടെ അടിമാനം കിട്ടണത് ഫോറിൻ കൺട്രീസിലും കുഴപ്പമില്ല, വെസ്റ്റേൺ കൺട്രീസിലുള്ള ഏത് ജോലിയിലാണ് കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രോബ്ലമാണത്. ഇന്ന ജോലിയിൽ മോശമാണ്, ഇന്ന ജോലി ഈ കൈകൊണ്ട് ജോലി മോശമാണ്. അത് വെസ്റ്റേൺ പുറത്തൊന്നും ഇങ്ങനെയല്ല. ഇപ്പൊ സിനിമക്കുള്ളിൽ കാണിക്കാറുണ്ട് ജോലി. മോഹൻലാലാണെങ്കിലും രസതന്ത്രത്തില് പറഞ്ഞത് ശരിയാണ്. റിയാലിറ്റി അതാണ്. പിന്നെ ഇവിടെ കറുത്ത പെണ്ണിനെ, അത് മിക്ക ആളുകൾക്ക് അങ്ങനെയാണ്. വെളുത്ത പെണ്ണിനെ ഇപ്പോൾ ഞാൻ പറയാതിരിക്കാം, കല്യാണിക്കുമ്പോ എന്തായാലും വെളുത്ത സുന്ദരി പെണ്ണിനെ കിട്ടുള്ളൂ. എനിക്കങ്ങനെ, എനിക്ക് മഞ്ജുവാരനോട് പെൺകുട്ടിയുടെയല്ലേ, മഞ്ജുവാരല്ല, മഞ്ജുവാര് പോലെ ഇപ്പൊ തന്നെ കിട്ടും. മഞ്ജുവാര് പോലെ മഞ്ജുവാരൻ ഇഷ്ടൊക്കെയാണ്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പറയുമ്പോ ആൾക്കാര് പറയുന്നത്, ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടിയാലും 6 കെട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് എന്താ, നമ്മള് ഒറ്റക്കാണെങ്കിൽ നമ്മൾ ജീവിച്ചു പോകും. നമ്മള് കുറെ പേര് വിളിച്ച് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പെണ്ണ് കിട്ടിയില്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാം. മനസ്സിലായോ? പെണ്ണ് കെട്ടിയിട്ട് തന്നെ പലരെയും ഭർത്താക്കന്മാരെ കൊല്ലാറുണ്ട്, ഭാര്യമാരെ വിഷം കൊടുത്തൊക്കെ കൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാ കല്യാണം എന്ന് പറയാൻ. പേടിക്കണ്ടോ? കല്യാണം കഴിക്കപ്പെടില്ലേ ഭാര്യ പേടിയാണ്. ഇപ്പൊ ഒരു ഗ്രീഷ്മ തന്നെ പെണ്ണ് മറ്റേ ഈ ജ്യൂസിൽ വിഷം കൊടുത്ത് തോന്നുന്നില്ലേ? പണ്ട് ആണുങ്ങളെ തേച്ചോണ്ടിരുന്നു, പെണ്ണുങ്ങളെ തേക്കുന്നത്. ഇപ്പൊ ഫ്രൂട്ടി കഴിക്കാൻ പേടിയാണ്.